ടാറ്റ വിസ്റ്റ. നമുക്ക് ആക്സിലേറ്റർ പെഡൽ വർക്ക് ചെയ്യുന്നില്ല, സ്റ്റാർട്ടായി നിൽക്കുന്നുണ്ട്. സ്ലോ സ്പീഡും ഒരു 5-6 സെക്കൻഡിൽ കൂടുതൽ നിൽക്കുന്നില്ല. വണ്ടി ഓട്ടോമാറ്റിക്കായി ഓഫായി. നമ്മൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കലാണ് എന്ത് ചെയ്യാന്നുള്ള റൂട്ടിൽ നമ്മൾ സ്കാനറിനെ കുറിച്ച് ചിന്തിച്ചത്. ശരി, എന്നാൽ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് തിങ്ഡാഗിൻ്റെ നമ്മളൊരു OBD കുത്തി. നമ്മൾ സെർച്ചിങ്ങിലേക്ക് പോയിട്ട് ടാറ്റയെന്ന് സെർച്ച് ചെയ്ത്, ടാറ്റ ഇന്ത്യന്ന് സെർച്ച് ചെയ്ത്, അതിങ്ങനെ കണക്റ്റ് ആവാൻ തുടങ്ങിയപ്പോഴാണ് ആലോചിച്ചത് എന്തായിരിക്കും കംപ്ലൈൻ്റ് എന്ന്. ശരി, എന്തായാലും സ്കാനർ കുത്തിയിട്ടുണ്ടല്ലോ, കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ പാസഞ്ചർ വെഹിക്കിൾ സെർച്ച് ചെയ്തു, ഡൊമസ്റ്റിക് സെർച്ച് ചെയ്തു, ഡീസൽ സെർച്ച് ചെയ്തു, ഓട്ടോ 90 സെർച്ച് ചെയ്തു, ഹെൽത്ത് റിപ്പോർട്ട് എടുത്തു. എല്ലാം സെർബഡേ എന്നായിരുന്നു. അങ്ങനെ ആ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമുക്ക് p0560 എന്നുള്ള കോഡ് കിട്ടിയത്. സിസ്റ്റം വോൾട്ട് കുറവാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ അതിനെക്കുറിച്ച് ഈ ഫീസുകളൊക്കെ ചെക്ക് ചെയ്ത്, ECM എല്ലാം ചെക്ക് ചെയ്ത്, ഫ്യൂൽ പമ്പ് റിലേ ചെക്ക് ചെയ്ത്, എല്ലാ വശവും ഓക്കെ ആയിരുന്നു. എന്നിട്ടും ഡൗട്ടിൻ്റെ പുറത്ത് ഫ്യൂൽ പമ്പിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന് പ്രഷറും നല്ല പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫയർ എഞ്ചിനിൽ നിന്ന് വെള്ളം ചീറ്റുന്ന പോലെയായിരുന്നു ഡീസൽ പ്രഷർ. അത് കഴിഞ്ഞ് നമുക്ക് സെൻസറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് എയർ ബ്ലോ സെൻസർ ഒന്ന് ചെക്ക് ചെയ്ത് അതിലൊന്നും മിസ്റ്റേക്ക് കണ്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്നാൽ ഇച്ചിരി പെട്രോൾ കാണിച്ചാലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പെട്രോൾ കുപ്പിയിൽ പെട്രോൾ ആക്കിയിട്ട് പെട്രോളും കാണിച്ച് നോക്കിയിട്ടും രക്ഷ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഫോർമാൻ ശിഷ്യൻ ചേട്ടാ അതാ ഇവിടെ ഒരു ഓസ് അഴിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞ് വന്ന് നോക്കാൻ വന്നത്. ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോഴാണ് ശരിയാണ് ഒരു ഓസ് അഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ശരി, നമുക്കതൊന്ന് അത് കുത്തിയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം പറഞ്ഞ് അതങ്ങോട്ട് നമ്മൾ കൊടുത്ത് എല്ലാ വശവും ചെക്ക് ചെയ്യണമല്ലോ. സ്കാനർ തോറ്റ സ്ഥിതിക്ക് നമ്മുടെ മനുഷ്യബുദ്ധി പ്രവർത്തിക്കണമല്ലോ എന്ന് പറഞ്ഞ് അതങ്ങോട്ട് കൊടുത്ത് ക്ലിപ്പൊക്കെ ഇട്ട് മുറക്കി വണ്ടിയിൽ കയറിയിരുന്ന് നമുക്ക് ഇഗ്നേഷൻ ഓൺ ചെയ്ത് ക്ലച്ച് ചവിട്ടി വണ്ടി അങ്ങോട്ട് ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് അങ്ങോട്ട് ചെയ്തു ഐശ്വര്യമായിട്ട്. ഇതാ കിടക്കുന്നു കംപ്ലൈൻറ്റുകളൊക്കെ ഒറ്റയടിക്ക് ഫിനിഷ് റെഡി. അപ്പോൾ ആക്സിലേറ്റർ പെഡൽ കട്ടാക്കുകയെ വണ്ടി സ്ലോ സ്പീഡ് നിൽക്കാതെ അങ്ങനെ ഓട്ടോമാറ്റിക്കായി ഓഫാക്കുകയും ഇതുണ്ടെങ്കിൽ നമ്മൾ വയറിങ് മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഓസുകളും കൂടെ ചെക്ക് ചെയ്യണം.